യെസ്, കം ഇൻ. ഒന്ന് കാണാൻ വന്നതാ. എന്നെ? അതെ. അല്പസമയം എനിക്ക് അനുവദിച്ചൂടെ? ഇരിക്കൂ. എന്റെ ഭഗവാനെ, എന്തായി? ഞാൻ പറഞ്ഞ പോലെ സംഗതിയെല്ലാം നടന്നോ? ആ മനുഷ്യൻ ഒരു വല്ലാത്ത സ്വഭാവക്കാരനാ. എന്റെ ശരീരത്തെ തൊട്ടതുപോലും ഇല്ല. പിന്നെ ഈ പണം? പണം തന്നത് നിങ്ങളുടെ കർണത്തെ ചെരുപ്പൂരി അടിക്കാനാ. അയ്യോ, കുറഞ്ഞല്ലോ. ഇനി ഞാൻ എങ്ങനെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കും? നോക്ക്, അങ്ങേരെ റൂം വെക്കേറ്റ് ചെയ്ത് പോയി. എന്നാലേ ഏതായാലും ഞാൻ ചീത്തയായി. എന്റെ ഷെയർ നീ തരണ്ട. പിന്നെ മേനോൻ സാറ് ചെയ്യേണ്ടിയിരുന്ന കർത്തവ്യം ഞാൻ നിർവഹിക്കട്ടെ. നിങ്ങളുടെ പോരെ, കുറച്ചുകൂടി അടുത്തിരിക്കൂ. എന്റെ അമ്മേ, ഞാൻ ഇപ്പൊ വരാട്ടെ സാറേ. ഞാൻ സത്യമായിട്ടൊന്നും ചെയ്തിട്ട് പറയാൻ. പോരെ, നീ പോരെ. അങ്ങനൊന്നും വെറുതെ വിട്ടാ പറ്റില്ല. എന്റെ മാനവും മര്യാദയും ഒക്കെ പോയി. ഒറ്റ വെട്ടിന് ഞാൻ തുണ്ടാക്കും. ഭാർഗവി, ഒരു വിവരം അറിഞ്ഞോ? രാമുണ്ണിയാശാനെ ജാമ്യത്തിൽ വിട്ടെന്ന്. വിട്ടോ? ഇങ്ങ് വരട്ടെ. എനിക്ക് എന്തിന്റെ കുറവുണ്ടായിട്ട് അയാൾ ആ പെണ്ണിനെ കൊണ്ട് ഹോട്ടലിൽ പോയെന്ന് എനിക്ക് അറിയണം. പുള്ളിക്കാരെന്തോ അബദ്ധം പറ്റിയതാ. പാവം, പോലീസുകാർ ഒരുപാട് തല്ലിയെന്നാ കേട്ടത്. പാവമോ? ഇയാള് മേനോനെ കാണാൻ എപ്പോഴും പോകുന്നതേ എന്തിനാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് പറയുന്നോ? അങ്ങനെ ഞാൻ വിടില്ലേ? എന്നാരും പറഞ്ഞിട്ട് വരാൻ? ഞാൻ ഇവിടെ അല്ലാണ്ട് വേറെ എവിടെ പോകാനാ സാറേ? എവിടെയെങ്കിലും പോ, ഇറങ്ങി പുറത്ത്. പറയേണ്ടത് പറഞ്ഞിട്ട് ഞാൻ പുറത്തു പോയിക്കോളാം. എന്നെ ഇവിടെ കയറ്റുന്നില്ല, എന്റെ വീട്ടിൽ കയറ്റുന്നില്ല. ഞാൻ ആത്മഹത്യ ചെയ്യും സാറ്. എന്റെ പ്രവർത്തന ഫലമാണ്. അല്ല സാർ, ഇവിടുത്തെ അടുക്കള മോഷണം അവസാനിപ്പിക്കാൻ, സാറിന്റെ പെങ്ങളുടെയും അളിയന്റെയും മുമ്പിൽ സാറിന് തല ഉയർത്തി നടക്കാൻ ഇവിടെ ഒരു കുടുംബിനി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഓഹോ, താൻ ഹോട്ടലിൽ കൊണ്ടുവന്നാണോ കുടുംബിനി? അല്ല സാർ, സെഷൻസ് ജഡ്ജി ശങ്കരൻ കർത്താവിന്റെ പെങ്ങളെയാണ് ഞാൻ സാറിന് വേണ്ടി കണ്ടിരുന്നത്. പക്ഷേ എപ്പോ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞാലും സാർ ഒരു സ്ത്രീ വിരോധിയെ പോലെ ഒഴിഞ്ഞു മാറും. അതുകൊണ്ടാണ് സാറിന്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ ഞാൻ ഹോട്ടൽ പ്രയോഗം നടത്തിയത്. താമിനെന്താ തുറന്നു പറയായിരുന്നത്? പറഞ്ഞ സാറ് ഹോട്ടലിലേക്ക് വരില്ല. പഞ്ചസാരയെന്ന് എഴുതി നക്കിക്കുന്നതിനേക്കാളും ഭേദം ഒന്ന് രുചി പിടിക്കട്ടെ എന്ന് കരുതി. പക്ഷെ എനിക്ക് ഇത് പോലീസിന്റെ തൊഴിയാ. കരയാടോ, തെറ്റ് ചെയ്താലും സ്നേഹിക്കുന്നവരെ മറക്കാറില്ല. എനിക്ക് അത് മതിയേ. ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല, പോട്ടെ. രാവണി, അകത്തേക്ക് പോയിക്കോ. കൊച്ചേട്ടാ, ഇനിയെങ്കിലും എനിക്ക് മാപ്പ് തന്നൂടെ? നിനക്ക് മാപ്പ് തന്നെ മരിച്ചുപോയ അച്ഛനെ തിരിച്ചു കൊണ്ടുവരണം. അറിവില്ലായ്മ കൊണ്ട് പലതും സംഭവിച്ചു പോയി. അതുകൊണ്ട് ഞാൻ കൊച്ചാന്റെ പെങ്ങളല്ലാതാവോ? ഈ പെങ്ങളല്ല, പിശാച. എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളാം. പക്ഷെ കോടീശ്വരനായ ആങ്ങളെ ഉള്ളപ്പോ ഞങ്ങള് വാടക വീട്ടിൽ കിടന്ന് നരയിക്കുന്നതിന്റെ മാനക്കേട് കൊച്ചാട്ടനല്ലേ? അത് ഞാൻ സഹിച്ചോളാം. പക്ഷെ എനിക്ക് സഹിക്കുന്നില്ല. ഈ വീട്ടിൽ നിന്ന് എന്തെല്ലാം മോഷണം പോയി, ആരെല്ലാം കൊച്ചാട്ടനെ കബളിപ്പിച്ച് കാശ് കൊണ്ടുപോയി.
ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഇവിടെ ഒന്ന് താമസിക്കില്ലേ? നീ നാരായണൻ നായർ ഈ വീട്ടിൽ വന്ന് താമസിക്കാനോ? അച്ഛന് കൊടുത്തതിന്റെ ബാക്കി എനിക്ക് വേണ്ടി സൂക്ഷിക്കുന്നുണ്ടായിരിക്കും. കൊച്ചേട്ടാ, ഈ ബംഗ്ലാവിൽ താമസിക്കാൻ യോഗ്യതയുള്ളവർ വരും, താമസിക്കും. മനസ്സിലായി. നാട് മുഴുവൻ കല്യാണോലേന നടത്തുകയല്ലേ. പക്ഷെ ഈ സേതുലക്ഷ്മി തോപ്പിച്ചിട്ടേ ഒരുത്തി ഇവിടെ അധികം നാൾ വാഴിയല്ല. സേതുലക്ഷ്മി ഏത് മഹാറാണി ആയാലും അവളെ ഞാൻ വെച്ച് പൊറപ്പിക്കില്ലോ ചേട്ടാ. രാവുണ്ണി. ഓ രാവുണ്ണി, എന്നെക്കാളും വിശ്വാസം കൊച്ചാൻ അയാളെയാണല്ലോ. നോക്കിക്കോ, കൊച്ചാനെ അയാൾ തെരുവിലിറക്കും. വടിയോടെ തന്നെ അടുപ്പിക്കാൻ പോവാണോ നീ? എന്റെ പൊന്നു പെങ്ങളെ, എനിക്കുണ്ട് സഹോദരിമാര്. ഞാൻ തല്ലിക്കാൻ കൊണ്ടുവന്നൊന്നുമല്ല. ഇദ്ദേഹത്തിന് ഇങ്ങനെ കുത്തിപ്പിടിച്ച് നടക്കാലോ എന്ന് വിചാരിച്ചു കൊണ്ടുവന്നതാ. തന്നെ ഞാൻ വിളിച്ചതിനല്ല. എന്തിനാ? താൻ അന്ന് പറഞ്ഞ കല്യാണമല്ലേ, അതിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നാളെ തന്നെ വാക്ക് കൊടുത്തു. എന്തിനാ നാളെ ആവണേ? ഞാൻ ഇപ്പൊ തന്നെ പോയി പറയാം. അങ്ങോട്ട് കൊടുക്ക. മിസ്റ്റർ മേനോൻ, വാസന്തി എന്റെ ഒരേ ഒരു സിസ്റ്ററാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി സംസാരിച്ചിട്ട് വിവാഹം ഉറപ്പിക്കാം. എനിക്കിഷ്ടമായി. ജീവിതത്തിന്റെ അവസാന കാലത്താണ് രണ്ടുപേരും ദാമ്പത്യ ജീവിതം തുടങ്ങാൻ പോകുന്നത്. പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് വിവാഹം ഉറപ്പിച്ചാൽ ആരംഭിക്കാൻ പോകുന്ന പുതിയ ജീവിതം സുഖകരമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ നല്ല സുഖകരായിരിക്കുന്നു. അവര് തന്നെ സംസാരിക്കട്ടെ, നമുക്ക് അങ്ങോട്ടിരിക്കാം. ഇരിക്കാം. വരൂ, ഇരിക്കും. ആരാ ആദ്യം തുടങ്ങേണ്ടത്? ആദ്യം എന്റെ കഥ തന്നെ തുടങ്ങാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരാളെ സ്നേഹിച്ചു. വെറും സ്നേഹമല്ല, ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഞങ്ങൾ ജീവിച്ചു. ഒടുവിൽ എന്റെ മേലെയുള്ള ദാഹം തീർന്നപ്പോ അയാൾ എന്നെ വഞ്ചിച്ചിട്ട് വേറൊരുത്തി വിവാഹം കഴിച്ചു. അന്നു മുതൽ പുരുഷന്മാരെ ഞാൻ വെറുത്തു. പിന്നിപ്പോ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച്? ഏകാന്ത ജീവിതം എനിക്ക് മടുത്തതുകൊണ്ട്. 25 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു. അത് തകർന്നപ്പോഴാണ് ഞാൻ അമേരിക്കയ്ക്ക് പോയത്. പിന്നീട് ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു. അതോടൊപ്പം എന്റെ വിവാഹ സ്വപ്നങ്ങളും മൺമറഞ്ഞു. പിന്നെ ഇപ്പൊ എന്നെ കാണാൻ വന്നത്? എന്റെ സ്വത്തുക്കൾക്ക് ഒരു അവകാശം ഉണ്ടാകണം. മിസ്റ്റർ മേനോൻ, നിങ്ങൾ ഇതുവരെ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ്. ഒരു സ്ത്രീയെ ഗർഭിണിയാക്കി അവളെ കൊല ചെയ്തിട്ടാണ് നിങ്ങൾ അമേരിക്കയിലേക്ക് പോയത്. ഞാനോ? അതെ, നിങ്ങൾ ഇന്നുണ്ടാക്കിയിരിക്കുന്ന പണവും പ്രതാപവും എല്ലാം അമേരിക്കയിലെ അധോലോകത്ത് നിന്നാണ്. നിങ്ങൾ ഇന്ന് ഇന്റർപോളിന്റെ ലിസ്റ്റിൽപ്പെട്ട ഒരു ക്രിമിനലാണ്. നോ, ആരാണ് ഇതൊക്കെ പറഞ്ഞത്? എന്താവാനാ? ഒരു കൊലപ്പുള്ളിക്ക് പെണ്ണ് കൊടുക്കത്തില്ല എന്നും പറഞ്ഞ് ജഡ്ജിയും പെങ്ങളും കൂടെ ആട്ടി ഇറക്കി അങ്ങ് വിട്ടു. കുറച്ച് അഭിമാനമുള്ളവനായിരുന്നെങ്കിൽ പോയി കെട്ടി തൂങ്ങി ചത്തേനെ. ഒരു കോടീശ്വരൻ. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെന്ന് വരിക. ഈ നാട്ടിൽ നിന്ന് ഒരു പിച്ചക്കാരിയെ പോലും അയാൾക്ക് കിട്ടത്തില്ല. പിന്നെ നമ്മുടെ മോടെ നിർബന്ധം കൊണ്ടാ ഞാൻ എടെ കാല് പിടിക്കാനും പൂവിടാനും തൊഴാനും ഒക്കെ പോയത്. പിന്നൊരു കാര്യം, മേലിൽ നീ അവിടെ പോയിട്ടുണ്ടെങ്കിൽ എടി അയാൾ ഇവിടെ വന്ന് നമ്മളെ കാല് പിടിക്കട്ടെടി. അതാ വേണ്ടത്. അമ്മാവൻ പെണ്ണ് കാണാൻ പോയ കഥയെ പറ്റി നമ്മുടെ മോളറിഞ്ഞോ? അയ്യോ, അക്കാര്യം പറഞ്ഞില്ല കേട്ടോ. അത് മാത്രം ഞാനങ്ങ് മറന്നു. അയ്യോ കഷ്ടം. എന്നാ വേഗം പോയി പറയടി. പറയട്ടെ. എടി തുളസി മോളെ, നീ അറിഞ്ഞോ നമ്മുടെ അമ്മാവന് പറ്റിയ അമളി?